ഏവർക്കും നമസ്കാരം. മനയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഡിസംബർ 3 ബുധനാഴ്ച, അതായത് ഇന്നാണ് തൃക്കാർത്തിക വിളക്ക്. നാളെ ഡിസംബർ 4 വ്യാഴാഴ്ചയാണ് തൃക്കാർത്തിക. കാർത്തിക നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്നത് ബുധനാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് സന്ധ്യയ്ക്ക് തൃക്കാർത്തിക വിളക്ക് വരുന്നത്. നാളെ ഉദയത്തിൽ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്നതുകൊണ്ട് തൃക്കാർത്തിക ആചരിക്കുന്നത് നാളെയാണ്. അപ്പോൾ ഇന്ന് വീടുകളിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ 6:17 6:48 ഇടയിൽ തൃക്കാർത്തിക വിളക്ക് തെളിയിക്കുക. ഈ കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ വീടുകൾക്ക് ചുറ്റും പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നവരാണ്. പ്രത്യേകിച്ചും പുണ്യചെടികൾ. പുണ്യചെടികൾ എന്ന് പറഞ്ഞാൽ തുളസി, വെറ്റില, കണിക്കൊന്ന, മുക്കുറ്റി, കറുക, ചെത്തി, ഇത്തരത്തിൽ പലതരത്തിലുള്ള ദൈവികമായി പ്രാധാന്യമർഹിക്കുന്ന ധാരാളം ചെടികൾ വീടുകളിൽ നട്ടു വളർത്തുന്നവരാണ്. നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രവും അതുപോലെ തന്നെ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിയും പറയുന്നത് ചില ചെടികൾക്ക് വീട്ടിലെ പ്രതികൂല ഊർജത്തെ, അതായത് നെഗറ്റീവ് ഊർജത്തെ അകറ്റാനും നമ്മുടെ വീടുകളിലേക്ക് ഭാഗ്യം കൊണ്ടുവരാനും കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം നിറയ്ക്കാനും ഈ ചെടികൾക്ക് സാധിക്കും. ചില പ്രത്യേക സ്ഥാനത്ത് ഈ വാസച്ചെടികൾ നട്ടാൽ അത് ശുഭകരമായി മാറുകയും നമ്മളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യും. വീട്ടിൽ ചെടികൾ സ്ഥാപിക്കുന്ന ദിശ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഊർജ പ്രവാഹത്തെ സാരമായി ബാധിക്കും. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെടികൾ ശരിയായ ദിശയിൽ സ്ഥാപിക്കുന്നത് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സമ്പത്ത് ആകർഷിക്കുവാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ദൈവിക ചെടികളെല്ലാം നമ്മൾ നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുന്നവരാണ്. അങ്ങനെ ഈ പുണ്യചെടികൾ നമ്മൾ നട്ടു വളർത്താൻ കാരണം നമ്മളിൽ ആത്മീയ സ്പന്ദനങ്ങൾ വർദ്ധിക്കുവാനും നമ്മളിലേക്ക് ഭാഗ്യം വന്നു ചേരാനും അതുവഴി ജീവിതത്തെ വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് നയിക്കുവാനും പോസിറ്റിവിറ്റി ആ വീടുകളിൽ ഊർജപ്രവാഹം, പോസിറ്റീവ് എനർജി അത്തരം വീടുകളിൽ നിറയുവാനും വേണ്ടിയിട്ടാണ്. തുളസി, ചെത്തി, മന്ദാരം എന്നിവയൊക്കെ തന്നെയും നമ്മൾ അങ്ങനെ നട്ടു വളർത്തുന്നവരാണ്. എന്നാൽ ഈ ചെടികൾ നമ്മൾക്ക് യഥാസ്ഥാനത്തല്ലെങ്കിൽ അത് ദോഷമായി മാറിയാലോ? പുണ്യചെടികളാണെങ്കിലും അത് വാസ്തുശാസ്ത്ര പ്രകാരം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾക്കിത് ഗുണത്തിന് പകരം ദോഷമായിട്ടായിരിക്കും വന്നു ഭവിക്കുന്നത്. നമ്മൾ നല്ലതെന്ന് കരുതി നട്ടു വളർത്തും. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അത് ദോഷസ്ഥാനത്താണെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവുകയും അത് നമ്മൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും, വീടിന് മാത്രമല്ല വീട്ടിലെ ഓരോ അംഗത്തിനും അത് ദോഷം ചെയ്യുകയും ചെയ്യും. തനിയെ വളർന്നാൽ പോലും ദോഷസ്ഥാനത്ത് ഇത്തരം ചെടികളെ ഒരു ചെടിയെയും നമ്മൾ നിർത്തുവാൻ പാടില്ല. ദോഷസ്ഥാനത്ത് ഏത് ചെടി നിന്നാലും ഗുണത്തേക്കാൾ ഉപരി നമ്മൾക്ക് ഇരട്ടി ശാപമായി വരികയും അത്തരം ചെടികളിലെ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ചെടികളിലെ പ്രതികൂല ഊർജം ആ വീടുകളുടെ ആത്മീയ സ്പന്ദനത്തെ, ദൈവിക സ്പന്ദനത്തെ ഇല്ലാതാക്കി അവിടെ നെഗറ്റീവ് എനർജി നിറയ്ക്കുകയും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയാൻ പോകുന്നത് തുളസി ഉൾപ്പെടെയുള്ള ചെടികൾ വീടിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വരേണ്ടത്. തനിയെ വളർന്നതാണെങ്കിൽ പോലും ദോഷസ്ഥാനത്താണെങ്കിൽ അവ പിഴുതെറിയണം. അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ശരിയായ ദിശയിൽ അവയെ പറിച്ചു നടണം. തനിയെ പൊട്ടിമുളച്ചതാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെടികളെ ഏത് സ്ഥാനത്ത് നിർത്തണം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ചെടികൾ സ്ഥാനം മാറിയാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നട്ടു വളർത്തിയതെങ്കിൽ, അല്ലെങ്കിൽ തനിയെ പൊട്ടിമുളച്ച് വളർന്നു നിൽക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ, ഈ വീഡിയോ കാണുന്ന ഇന്ന് തന്നെ അതിന് പറിച്ച് നടുക. കാരണം ഇവ ആസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരിക്കും ഫലം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഓരോ ചെടികളുടെയും സ്ഥാനം എവിടെയാണ് എന്നുള്ളത്. നമ്മുടെ വീടുകളിലെ ഏറ്റവും സജീവ പ്രാധാന്യമുള്ള ചെടി തുളസി തന്നെയാണ്. ഒരു വീട്ടിലെ മഹാലക്ഷ്മി ദേവിയാണ് ആ വീട്ടിലെ തുളസി ചെടി എന്ന് പറയുന്നത്. ഭാരതീയർ ഭക്തിയോടെ പരിപാലിക്കുന്ന വിശേഷ ചെടി. പൂജാദ്രവ്യത്തിനൊപ്പം ഔഷധ കലവറ കൂടിയായതിനാൽ നിത്യജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ള ചെടിയാണ് തുളസി. ആൽമരം കൂടാതെ തറകെട്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു ചെടിയാണ് തുളസി.
തുളസി പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു ഔഷധ ചെടിയാണ്, ഒപ്പം ഒരു പൂജാദ്രവ്യവും. ആയുർവേദ ഗ്രന്ഥങ്ങളിലും പൂജാവിധികളിലും തുളസിയെ പറ്റി ധാരാളം പറയുന്നുണ്ട്. മധ്യേഷ്യ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതാണ്ട് മുഴുവനായി തന്നെ തുളസി കണ്ടുവരുന്നുണ്ട്. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു പരിപാവന സസ്യമായിട്ടാണ് ഭാരതീയർ കരുതി പോരുന്നത്. വീടുകളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ തുളസി നട്ടുവളർത്തും. വീടുകളിൽ ആരും നട്ടുവളർത്താതെ തനിയെ വളർന്നു വരുന്നത് നല്ല കാലത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലക്ഷണമാണ്. ഒരു വീട്ടിൽ എത്രത്തോളം തുളസി വളർന്നു വരാമോ അത്രത്തോളം വളർത്തണമെന്നാണ് പറയുന്നത്. നമ്മുടെ വീടുകളിൽ കാട് പോലെ തുളസി പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട്, കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ തുളസി ഇങ്ങനെ കാട് കയറി പൂത്തു നിൽക്കുന്നുണ്ടോ? മുറ്റം നിറയെ, വീടിന്റെ മുറ്റം നിറയെ തുളസി തനിയെ പൊട്ടുമുളച്ച് വളർന്നു നിൽപ്പുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെയുള്ള വീടുകൾ മഹാലക്ഷ്മി വസിക്കുന്ന വീടുകളാണ്. പ്രത്യേകിച്ച് ഇത്തരം വീടുകളിലെ സ്ത്രീകൾ മഹാലക്ഷ്മിക്ക് തുല്യരായവരായിരിക്കും, അല്ലെങ്കിൽ മഹാലക്ഷ്മി സാന്നിധ്യം തന്നെയാണ് അവർ. വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ തനിയെ പൊട്ടിമുളച്ച്, നമ്മളൊന്നും വളർത്തിയതാവണമെന്നില്ല, കാട് കയറി നിറയെ പൂത്തുലഞ്ഞ് മുറ്റം നിറയെ നിൽപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, നിങ്ങളുടെ കൂടെ എപ്പോഴും മഹാലക്ഷ്മി ദേവിയുണ്ട്, നിങ്ങൾ തന്നെ മഹാലക്ഷ്മി സാന്നിധ്യമാണ് എന്നുള്ളതാണ്. മഹാലക്ഷ്മി സാന്നിധ്യമുള്ള സ്ത്രീകളും വീട്ടമ്മമാരും പെൺകുട്ടികളും അവരുടെ പേര് കൂടി ഒന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ അറിയുവാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്, ദൈവീകമാണ്. തുളസി തനിയെ പൊട്ടിമുളയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ്. പക്ഷെ അത് ഒരു സ്ഥാനത്ത് വരുവാൻ പാടില്ല എന്നുള്ളതാണ്. തുളസി ഇങ്ങനെ വളരുവാൻ പാടില്ലാത്ത സ്ഥലം വേറൊന്നുമല്ല, നമ്മുടെ വീടിന്റെ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. കന്നിമൂല എന്ന് പറയുന്നത് അസുര ദിക്കായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. ആ അസുര ദിക്കിൽ യാതൊരു കാരണവശാലും തുളസി നട്ടു വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ തനിയെ പൊട്ടിമുളയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പ്രമാണം. കാരണം കന്നിമൂല എന്ന് പറയുന്നത് ഉഗ്രശിവന്റെ വാസസ്ഥലമാണ്. അതേസമയത്ത് വടക്കിഴക്കേ മൂലയും ശാന്ത സ്വരൂപനായ ശിവഭഗവാനും. അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ കന്നിമൂലയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തുളസി നിൽപ്പുണ്ട്, അല്ലെങ്കിൽ തുളസി തനിയും പൊട്ടിമുളച്ച് നിൽപ്പുണ്ട് എങ്കിൽ അത് അവിടെ നിന്ന് പറിച്ചു മാറ്റി കിഴക്കോട്ടോ വടക്ക് കിഴക്ക് ഭാഗത്തേക്കോ വടക്ക് ഭാഗത്തേക്കോ നിങ്ങൾ പറിച്ച് നടണം എന്നുള്ളതാണ്. തുളസിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗമാണ്. മറ്റു ഭാഗങ്ങളിലും ഞാൻ ഈ പറഞ്ഞ തെക്കു പടിഞ്ഞാറെ മൂല ഒഴിച്ച്, കന്നിമൂല ഒഴിച്ച് എവിടെ തുളസി വളർന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ തുളസി വളരുവാൻ പാടില്ലാത്ത രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്ന ഭാഗം, അല്ലെങ്കിൽ അഴുക്ക് ജലം വീഴുന്ന ഭാഗത്ത് ഒരു കാരണവശാലും തുളസി നിൽക്കുവാൻ പാടില്ല, തുളസി വളർത്തുവാൻ പാടില്ല. പലരുടെയും വീടുകളിൽ അലക്കുകല്ല് ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് തുളസി വളർന്നു നിൽക്കാറുണ്ട്. ഒരിക്കലും തുളസി അവിടെ നമ്മൾ നട്ടു വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ തനിയെ പൊട്ടി മുളച്ചതാണെങ്കിൽ പോലും അതവിടെ നമ്മൾ പറിച്ച് നടണം. കാരണം തുളസി മഹാലക്ഷ്മിയാണ്. അഴുക്കുള്ള സ്ഥലത്ത് തുളസി നിന്നു കഴിഞ്ഞാൽ അത്തരം വീടുകൾക്ക് അത് വളരെയധികം ദോഷം വരുത്തുന്നതായിരിക്കും. അഴുകജലം എന്ന് പറയുന്നത് നമ്മൾ അലക്കുന്ന വെള്ളം തെറിക്കുന്ന ഇടം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ബാത്റൂമിന്റെ ഔട്ട്ലെറ്റുകളോ പൈപ്പുകളോ വരുന്ന ആ ഭാഗം, അത്തരത്തിൽ ഏതെങ്കിലും മലിനമായ ജലം വരുന്ന ഭാഗം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് തുളസി വെക്കുവാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗവും അതുപോലെ അലക്കുകളിന്റെ ചുറ്റുവട്ടത്ത് വരുന്ന ഭാഗവും, അല്ലെങ്കിൽ അഴുക്കുവെള്ളം വരുന്ന ഭാഗവും അവിടെ ഒരിക്കലും തുളസി വളർത്തുവാൻ പാടില്ല. അപ്പോൾ ദൈവീകമായിട്ടുള്ള തുളസി നമ്മൾ വളർത്തേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗമുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും തുളസി വളർത്താം. പക്ഷെ ഒരു കാരണവശാലും അലക്കുകല്ലിന്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിലോ അഴുക്ക് വെള്ളം ഉള്ള സ്ഥാനങ്ങളിലോ തുളസി വളരുവാൻ പാടില്ല. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ദൈവീക സ്ഥാനമുള്ള പുണ്യ ചെടിയായ വെറ്റിലയുടെ സ്ഥാനമാണ്. നമ്മുടെ വീടുകളിൽ ധന ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വടക്ക് ഭാഗത്ത് ഒരു വെറ്റില ചെടി നട്ടു വളർത്തിയാൽ മതിയെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ പല വീടുകളിലും വെറ്റില ചെടി ഉണ്ടായിരുന്നു. ഏറ്റവും ഐശ്വര്യമാണ് അത്. വെറ്റില നല്ലൊരു ഒന്നാന്തരം ഔഷധ ചെടിയാണ്, ആന്റിസെപ്റ്റിക് കൂടിയാണ് അത്. പോളിഫിനോളുകൾ പ്രത്യേകിച്ചും ചവിക്കോൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് അണുക്കളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. സംസ്കൃതത്തിൽ നാഗവല്ലരി എന്നും സപ്തശിര എന്നും പേരുള്ള വെറ്റിലയുടെ ജന്മദേശം നമ്മുടെ ഭാരതം തന്നെയാണ്. എല്ലാ മംഗളകാര്യങ്ങൾക്കും ഭാരതീയർക്ക് വെറ്റില കൂടിയേ തീരൂ. വെറ്റിലയിൽ ജീവകം സി, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലേവിൻ, കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്.
കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പാക്കും ചുണ്ണാമ്പും പുകയിലയും ഒന്നും കൂടെ കൂടരുതെന്ന് മാത്രം. വെറ്റിലയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വെറ്റില ചെടി വളർത്തുവാൻ പാടില്ല. തെക്ക് ഭാഗത്ത് വളർത്തുന്നത് മഹാദോഷമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വെറ്റില കൃഷി ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെറ്റില ചെടി വെച്ചുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറ്റില ചെടി നട്ടു വളർത്തുമ്പോൾ ഒരിക്കലും തെക്ക് ഭാഗത്ത് നട്ടു വളർത്താൻ പാടില്ല. ഒന്നുകിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിരിക്കണം നമ്മൾ വെറ്റില നടേണ്ടത്. നമ്മുടെ വീടിന്റെ അടുക്കള പുറത്ത് അല്ലെങ്കിൽ അടുക്കള വാതിൽ തുറക്കുന്ന സമയത്ത് കമുങ്ങും വെറ്റില ചെടിയും വരുന്നത് കാണുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു കമുങ്ങും അതിനെ ചുറ്റിപ്പിണർന്ന് വളർന്നു വരുന്ന വെറ്റില ചെടിയും വളരെ നല്ലതാണ്. പക്ഷെ അതൊരിക്കലും തെക്ക് ഭാഗത്ത് ആകുവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ തെക്ക് ഭാഗത്തായി കഴിഞ്ഞാൽ അത് മഹാദോഷമാണ്. ഇനി മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് മണിപ്ലാന്റ് ആണ്. ഒരുപാട് പേര് പറയാറുണ്ട്, തിരുമേനി മണിപ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചു, മണിപ്ലാന്റ് നല്ലവണ്ണം തഴച്ച് വളരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. പലരും വളരെ വിഷമിച്ച് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ മണിപ്ലാന്റ് വെച്ചിട്ട് ഗുണം കിട്ടാത്തതിന് കാരണം മണിപ്ലാന്റിന്റെ സ്ഥാനമാണ്. വീടിന്റെ വടക്കിഴക്ക് ഭാഗത്ത്, അതായത് ഈശാന കോണിൽ യാതൊരു കാരണവശാലും നിങ്ങൾ മണിപ്ലാന്റ് വളർത്തുവാൻ പാടില്ല. ഏത് വീടിന്റെ വടക്കിഴക്കേ ഭാഗത്താണോ മണിപ്ലാന്റ് വളർത്തുന്നത് അവിടെ ധനം വർദ്ധിക്കുകയല്ല, ഉള്ള ധനം ക്ഷയിച്ച് എല്ലാതാവുകയായിരിക്കും ഫലം. അതായത് ധനനാശമായിരിക്കും ഫലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് മണിപ്ലാന്റ് വളരുന്നതെങ്കിൽ അത് ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുക. മണിപ്ലാന്റ് വളരുന്നതിന് ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗമാണ്. അല്ലെങ്കിൽ കിഴക്കിന്റെ മധ്യഭാഗമോ വടക്കിന്റെ മധ്യഭാഗമോ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരിക്കലും വടക്കും കിഴക്കും ഭാഗം വരുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് മണിപ്ലാന്റ് വരുവാൻ പാടില്ല എന്നുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. ഒരുപാട് പേർ വീട്ടിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കണിക്കൊന്ന. കണിക്കൊന്നയൊന്ന് വീടുകളിൽ വളർന്നു കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഒരുപാട് പേർ പൈസ കൊടുത്ത് നഴ്സറികളിൽ നിന്ന് കണിക്കൊന്ന തൈ വാങ്ങാറുണ്ട്. ഈ കണിക്കൊന്ന വെക്കുമ്പോൾ പലരും ചെയ്യുന്ന തെറ്റ് വീടിന്റെ നേരെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. വീടിന്റെ പ്രധാന വാതിലിന് നേരെ, മെയിൻ ഡോറിന് നേരെ കണിക്കൊന്ന വളരുന്നത് വളരെ ദോഷമാണ്, മഹാദോഷമാണ്. പലരും വിഷുനാളിൽ നേരെ എഴുന്നേറ്റ് എനിക്കിത് രാവിലെ തന്നെ കണിക്കൊന്ന കാണുവാൻ സാധിക്കുമല്ലോ എന്നോർത്താണ് ഇങ്ങനെ വാതിലിന് നേരെ കണിക്കൊന്ന വെക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ കണിക്കൊന്ന വരുന്നത് മഹാദോഷമാണ്. പ്രധാന വാതിൽ ഒഴിച്ച് ഒന്നുകിൽ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ വേണം നമ്മൾ കണിക്കൊന്ന വളർത്തുവാൻ. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, പ്രധാന വാതിലിന്റെ നേരെ അതിന്റെ ലൈൻസ് കടന്നു പോകുന്ന ആ ഭാഗത്ത് ഒരിക്കലും കണിക്കൊന്ന നടാൻ പാടില്ല. അങ്ങനെ കണിക്കൊന്ന വെച്ചാൽ ഗുണമല്ല, വളരെ ദോഷമാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും വെക്കുവാൻ പാടില്ലാത്ത സ്ഥലമാണ് മുൻവാതിലിന്റെ നേരെ എതിരെ വെക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്ന 108 വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞൾ. മഞ്ഞൾ എവിടെയാണോ വളരുന്നത് ആ വളർന്നു നിൽക്കുന്ന ഭൂമിയിൽ, ആ വളർന്നു നിൽക്കുന്നിടം മഹാലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഞ്ഞൾ ചെടി അസുരദിക്കായ കന്നിമൂലയ്ക്ക്, അതായത് തെക്കു പടിഞ്ഞാറ് മൂലയിൽ വളർത്തുന്നത് വളരെ ദോഷമാണ്. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും വീടിന്റെ കന്നിമൂലയിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ വളരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടുന്ന് പറിച്ചു മാറ്റുക. അവിടെ മഞ്ഞൾ വളരുന്നത് ഒട്ടും ശുഭകരമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. മുക്കുറ്റി നമ്മൾ ആരും നട്ടു വളർത്താറില്ല, അത് തനിയെ പൊട്ടിമുളച്ച് വളരാറാണ് ഉള്ളത്. അപൂർവം ചിലർ മുക്കുറ്റി നട്ടു വളർത്താറുണ്ട് എങ്കിലും മിക്കവാറും വീടുകളിൽ മുക്കുറ്റി വളരുന്നത് തനിയെ പൊട്ടിമുളച്ച് ഉണ്ടാകാറാണ് ഉള്ളത്. നമ്മൾ നട്ടു വളർത്തുന്നതാണ് എങ്കിലും തനിയെ പൊട്ടിമുളച്ച് വളരുന്നതാണ് എങ്കിലും മുക്കുറ്റി ഒരിക്കലും ബാത്റൂമിന്റെ പുറകുവശം അല്ലെങ്കിൽ അലക്ക് വെള്ളം ചാടുന്ന ഭാഗത്ത്, അലക്ക് കല്ലിന്റെ ആ ഭാഗങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വേസ്റ്റ് വാട്ടർ ചാടുന്ന ഭാഗങ്ങൾ, മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അഴുക്ക് വെള്ളമുള്ള ഭാഗങ്ങൾ, ഇങ്ങനെ ഉള്ള ഒരിടത്തും മുക്കുറ്റി വളരുവാൻ പാടില്ല. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ മുക്കുറ്റി തനിയെ പൊട്ടിമുളച്ചു വളരുന്നതാണ് എങ്കിൽ പോലും അത് അവിടുന്ന് പറിച്ചു നടുകയാണ് വേണ്ടത്. വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്തേക്ക് മുക്കുറ്റി നമ്മൾ പറിച്ചു നടണം. അല്ലെങ്കിൽ നമ്മൾ തുളസിക്കൊപ്പം നട്ടാലും മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മുക്കുറ്റി ഒരു കാരണവശാലും ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ വളരുവാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ
അത് ഉടൻ തന്നെ അവിടുന്ന് പറിച്ചു നടണം. ഒരിക്കലും അഴുക്ക് ജലം വീഴുന്നിടത്ത് മുക്കുറ്റി വളർത്തരുത്. അത് മഹാദോഷമാണ്. അത് ആ കുടുംബത്തെ തന്നെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് കറിവേപ്പ് എന്ന് പറയുന്നത്. കറിവേപ്പ് ഒരു കാരണവശാലും വീടിന്റെ മുൻവശത്ത് നടരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു വഴിക്ക് പോകുവാൻ ഇറങ്ങുന്ന സമയത്ത് കറിവേപ്പ് കണ്ടുകൊണ്ട് പോകുന്ന രീതിയിൽ കറിവേപ്പ് നടുവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പ്രത്യേകിച്ച് വീട്ടമ്മമാർ മനസ്സിലാക്കുക, നമ്മൾ നമ്മളുടെ വീടിന്റെ മുൻവശത്ത് ഒരു കാരണവശാലും കറിവേപ്പ് നടുവാൻ പാടില്ല. കാരണം നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും അത് ആ കറിവേപ്പിനെ കണ്ടുകൊണ്ട് പോകുന്ന രീതിയിൽ നമ്മൾ കറിവേപ്പ് നടുവാൻ പാടില്ല. അത് ആ വീടിന് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് കുടുംബിനികൾക്ക് വളരെ ദോഷം ചെയ്യും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അവസാനത്തേത് എന്ന് പറയുന്നത് കള്ളിമുള്ളാണ്. ഈ കള്ളിമുൾ ചെടി എന്ന് പറയുന്ന വളരെയധികം മുള്ളുള്ള ഷാർപ്പ് എഡ്ജുകളുള്ള ചെടിയാണ്. കള്ളിമുള്ള് എന്ന് മാത്രമല്ല, മുള്ളുള്ള ഒരു ചെടിയും നമ്മൾ നമ്മളുടെ വീടിന്റെ പ്രധാന വാതിലിന് എതിരെ നടുവാൻ പാടില്ല. അങ്ങനെ വളർന്നാൽ അത് വളരെ ദോഷം ചെയ്യും. ഇനി വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പല വീടുകളുടെയും മുൻവശത്ത് പ്രധാന വാതിലിന് നേരെ പോലും കള്ളിമുൾ ചെടികൾ ഈ ചട്ടിയിലൊക്കെ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട് നിർത്തിയിരിക്കുന്നത് കാണാം. എന്നാൽ അത്തരത്തിൽ നമ്മൾ കള്ളിമുൾ ചെടികൾ വളർത്തുന്നത് വളരെ ദോഷമാണ്. അങ്ങനെയുള്ള വീടുകളിൽ ദോഷവും ദുരിതങ്ങളും ഒരിക്കലും വിട്ടൊഴിയില്ല. എന്നും ദുഃഖ ദുരിതങ്ങൾ, മഹാദോഷങ്ങൾ മാത്രമായിരിക്കും ഫലം. വീടിന്റെ മുൻഭാഗം ഒഴിച്ച് മറ്റെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കള്ളിമുൾ ചെടി വളർത്താം. എന്നാൽ വീടിന്റെ മുൻഭാഗത്ത് ഒരു കാരണവശാലും കള്ളിമുൾ ചെടി വളർത്തുവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ അധ്യായത്തിൽ ഏതാണ്ട് 7-8 ദൈവികമായ ചെടികളെ കുറിച്ച് പറഞ്ഞു. അത് എവിടെ നിൽക്കണം, എവിടെ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.